നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഒരു പഞ്ചായത്തിൽ ഒരു ഓപ്പൺ ജിം. സംഗതി എങ്ങനെയുണ്ട്? സാധാരണക്കാർക്ക് ആശ്വാസം തന്നെയാണ്. അത് മുന്നിൽ കണ്ടാണ് മന്ത്രി MP രാജേഷ് ഒരു പഞ്ചായത്തിൽ ഒരു ഓപ്പൺ ജിം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി ചാലിശ്ശേരിയിൽ ആദ്യത്തെ ഓപ്പൺ ജിം നിർമ്മിച്ചത്. പക്ഷേ അവിടെയും അഴിമതി നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ ജിം നോക്കുകുത്തിയാകുന്ന അവസ്ഥ. ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നെന്നും പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്നുമുള്ള ആരോപണവുമായി കോൺഗ്രസാണ് രംഗത്തെത്തിയത്. മന്ത്രി MP രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് VT ബൽറാം പറഞ്ഞു. തൃത്താലയിലെ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി MP രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന നിലയിലായെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന 6ഓളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം 2 ആഴ്ചകൾക്ക് മുൻപാണ് നാടിന് സമർപ്പിച്ചത്. എന്നാൽ നിലവാരം ഇല്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ MP രാജേഷിന് നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്നും KPCC വൈസ് പ്രസിഡന്റും തൃത്താല മുൻ MLA-യുമായ VT ബൽറാം ആവശ്യപ്പെട്ടു. അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരം അറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി MP രാജേഷിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത്. നിലവിൽ പട്ടിത്തറ, നാഗലശ്ശേരി, പരുതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 8-9 ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഗുണനിലവാരത്തിലാണ് താങ്കളുടെ MLA ഫണ്ട് കൊണ്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ ദ്രോഹമായിരിക്കും. താങ്കളുടെ നേരിട്ടുള്ളൊരു ശ്രദ്ധയുണ്ടാവണം. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. വൈദ്യരാണോ അതോ രോഗിയാണോ പണി പറ്റിച്ചത്? പേരിനു വേണ്ടിയല്ലല്ലോ പദ്ധതികൾ. ആളുകൾക്ക് ഉപകാരപ്രദമാവുക കൂടി വേണം. ഇനിയിപ്പോ ഫിറ്റ് ചെയ്തതിലെ പിഴവാണെങ്കിൽ അതും നിരുത്തരവാദിത്വമാണ്. ഉപയോഗിക്കുന്ന സമയത്ത് അപകട സാധ്യത ഉണ്ടായാൽ അതിനുകൂടി സമാധാനം പറയേണ്ടി വരും. എന്തായാലും ആളുകളുടെ ജീവനു കൂടി വില കൽപ്പിക്കണം. ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി സ്ഥാപിച്ചത് ആരോഗ്യം കളയാൻ കാരണമാകരുത്. ശരീരത്തിൽ മരുന്നുകൾ പിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാസമാണ് വർഷക്കാലം. അതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സയ്ക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യർക്ക് മാത്രം പോരല്ലോ ഈ ചികിത്സ, ഗജവീരന്മാർക്കും വേണ്ടേ ആരോഗ്യ പരിപാലനം. എന്തായാലും ഗുരുവായൂരപ്പന്റെ സ്വകാര്യ അഹങ്കാരമായ ദേവസ്വത്തിലെ ആനകൾക്ക് ഇനി സുഖസമൃദ്ധിയുടെ കാലമാണ്. 1 മാസം കുളിച്ചും ഉണ്ടും ഉറങ്ങിയും ആരോഗ്യ സംരക്ഷണ കാലം. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങി. ഇനിയുള്ള 1 മാസം ആനത്താവളത്തിലെ കരിവീര കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലമാണ്. പട്ടിണി എന്താണെന്നറിയാത്ത ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിലേത്. ദിവസവും കുശാലാണ്. വർഷക്കാലമായാൽ പറയേണ്ട കാര്യമില്ല. പെരുവയർ നിറഞ്ഞു തന്നെ നിൽക്കും. വേനലിൽ എഴുന്നള്ളിപ്പുകൾക്കായി പൂരപ്പറമ്പുകൾ ഓടി നടന്ന ക്ഷീണിതരായ ആനകൾക്ക് കർക്കിടകത്തിന് മുന്നോടിയായി ദേവസ്വം അക്ഷരാർത്ഥത്തിൽ സുഖമുള്ള ചികിത്സ തന്നെയാണ് നൽകുന്നത്. ആനകളുടെ ശരീരപുഷ്ടിയും തേജസ്സും ഓജസ്സും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനു പിന്നിൽ. കഴിഞ്ഞ 35 വർഷമായി ആനകൾക്ക് ജൂൺ 1 മുതൽ 30 ദിവസം സുഖചികിത്സ നൽകാറുണ്ട്. ചികിത്സയ്ക്ക് മുന്നോടിയായി വിദഗ്ധ ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സമീകൃത ആഹാരമാണ് ഓരോ ആനകൾക്കും ഈ സമയത്ത് നൽകുന്നത്. വിരമരുന്ന് നൽകലാണ് ചികിത്സയുടെ ആദ്യഘട്ടം. ദിവസവും തേച്ചു കുളിപ്പിച്ച് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ആനത്താവളത്തിലെ വടക്കേ മുറ്റത്ത് വരിയായി നിർത്തും. ആനകളുടെ തൂക്കത്തിനനുസരിച്ചുള്ള മരുന്ന് ചേർത്ത ചോറുരുള ആനവായിൽ നൽകും. ഇതിനു പുറമെ പട്ടയും പുല്ലും പഴങ്ങളും ലഭിക്കും. ലക്ഷങ്ങളാണ് വർഷം തോറും ദേവസ്വം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. 11 ലക്ഷം രൂപയാണ് ഇത്തവണത്തെ സുഖ ചികിത്സയ്ക്കായി ദേവസ്വം വകയിരുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം
ലാഭനഷ്ട കണക്കുകൾ നോക്കിയല്ല ആനകളെ പരിപാലിക്കുന്നതെന്നതിന് തെളിവാണ് ഈ ചികിത്സയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. 26 ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 26 ആനകൾക്കും ഇനി വരുന്ന ഒരു മാസക്കാലം ജൂലൈ 31 വരെയുള്ള ദിവസങ്ങളിൽ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു. ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനകം 11 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കിവെച്ചിട്ടുള്ളത്. പരിപാലനത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു തുക ഒരു മാസക്കാലത്തെ പരിചരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന മറ്റേതെങ്കിലും ആനസങ്കേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വകാര്യ സ്വത്താണ്. അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയോ താല്പര്യമല്ല. ആകെയുള്ള 38 ആനകളിൽ 26 ആനകൾക്കാണ് ഇത്തവണ ചികിത്സ നൽകുന്നത്. മദപ്പാടിൽ തളച്ചിരിക്കുന്ന ബാക്കിയുള്ള ആനകൾക്ക് പിന്നീട് ചികിത്സ നൽകും. 15 ആനകളെ വരിയായി നിർത്തി തീറ്റപ്രിയൻ ദേവദാസിന് ചോറൂരുള നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, വാർഡ് കൗൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവരും ചോറുരുള നൽകി. പണത്തേക്കാൾ ഉപരി ആനകളുടെ ആരോഗ്യം തന്നെയാണ് ഇവിടെ പ്രധാനം. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമാണ് ഓരോ ആനകൾക്കും ആരോഗ്യ പരിപാലനം നടത്തുന്നത്. ഒരുപക്ഷെ ഗുരുവായൂരപ്പന്റെ ഗജകേസരികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ് ഈ സുഖചികിത്സ. എന്തായാലും ഒരു മാസം കഴിയുമ്പോഴേക്കും പൂർവാധികം ആരോഗ്യത്തോടെ കരിവീരന്മാർ ഉഷാറായി പുറത്തിറങ്ങും. ആളുകളുടെ ആരോഗ്യത്തിനും കായികക്ഷമതയ്ക്കുമുള്ള പരിശീലനത്തിനു വേണ്ടി ഒരു ഗ്രൗണ്ട് അത്യാവശ്യമാണെന്നാണ് സർക്കാർ തലത്തിൽ പോലും പറയുന്നത്. പക്ഷേ ഉള്ള മൈതാനം ഉപയോഗയോഗ്യമായിരിക്കണമെങ്കിൽ ആർക്കാണ് ഇത് ശുഷ്കാന്തി കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കൈമലർത്തേണ്ടി വരും. പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഉള്ളത് സംരക്ഷിക്കേണ്ട ചുമതല കൂടി കാണിക്കേണ്ടതുണ്ട്. അത് കാണിക്കാത്തവരെ ഓർമ്മിപ്പിക്കാൻ ചിലരുണ്ടിവിടെ. നിരവധി കായിക താരങ്ങൾ പരിശീലനത്തിനും നാട്ടിലെ യുവാക്കളും കുട്ടികളും കളിക്കുവാനും മറ്റ് കായിക വിനോദങ്ങൾക്കും ആശ്രയിച്ചിരുന്ന ഗ്രൗണ്ടാണ് പഞ്ചായത്ത് സീനിയർ ഗ്രൗണ്ട്. എന്നാൽ 3 വർഷക്കാലമായി മണ്ണ് തള്ളിയും കുപ്പിച്ചില് നിക്ഷേപിച്ചിട്ടും ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചും ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായി ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഫണ്ട് മാറ്റിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയും ഗ്രൗണ്ടിൽ നടന്നിട്ടില്ല എന്ന് യുവമോർച്ച ആരോപിച്ചു. ഇതിന് മാറ്റിവെച്ച തുക പഞ്ചായത്ത് ഭരണസമിതി വകമാറ്റിയെന്നും ആരോപണമുണ്ട്. നിരവധി തവണ വാർഡ് മെമ്പറും പ്രാദേശിക കായിക താരങ്ങളും സമീപവാസികളായ കുട്ടികളും ഗ്രൗണ്ട് ഉപയോഗയോഗ്യമാക്കി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവികൊള്ളുന്നില്ല. ഇപ്പോഴും മാലിന്യം നിറഞ്ഞ മണ്ണും മറ്റും ഉപയോഗശൂന്യമായ വസ്തുക്കളും കൊണ്ടുവന്ന ഗ്രൗണ്ടിൽ തള്ളുകയാണ്. ഇതിനു പുറമെ ഗ്രൗണ്ടിൽ ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനവും തുടരുകയാണ്. ഗ്രൗണ്ട് കളിക്കാനും വ്യായാമ ആവശ്യങ്ങൾക്കും വിട്ടുതരുവാനും നവീകരിക്കുവാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് അറിയിച്ചു. ഈ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടും കായിക പ്രേമികളും അതുപോലെ തന്നെ ഒട്ടനവധി കായിക താരങ്ങളും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ പല ആളുകളും പരാതി കൊടുത്തിട്ടും ഈ ഗ്രൗണ്ടിന്റെ നവീകരണം നടത്താതെ ആ കായിക പ്രേമികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഏക്കറയോളം വലിപ്പമുള്ള ഈ ഗ്രൗണ്ടിൽ ടാർ മിക്സ് പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അനധികൃതമായിട്ടുള്ള ടാർ മിക്സ് പ്ലാന്റ്, അതായത് ഈ പ്രദേശത്തേക്കുള്ള മറ്റ് മേഖലയിലേക്ക് ടാറിംഗ് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് സംവിധാനം, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ. കുറേ പാവപ്പെട്ട വീടുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ആ മേഖലയിലെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇതിനുള്ള പൊടി സംഭവങ്ങളും ടാർ മിക്സ് പ്ലാന്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിന് തൊട്ട് ചേർന്ന അംഗൻവാടി ഉണ്ട്. അംഗൻവാടിയിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഈ അംഗൻവാടിക്ക് പോലും അവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ടാർ മിക്സ് പ്ലാന്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികളും ഭരണസമിതിയും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോ അതാണ് കാര്യം. ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. ഫണ്ട് കിട്ടിയിട്ടും പ്രവർത്തികൾ നടത്താതെ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല. ഇനിയിപ്പോ ഫണ്ടിൽ എന്തെങ്കിലും തിരിമറി നടന്നതുകൊണ്ടാണോ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നും സംശയിക്കാതിരിക്കാനാവില്ല. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. അതാണ് അവരുടെ ചുമതല. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതി, അത്രയുള്ളൂ. സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പും ഏത് മേഖലയിലും ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ്. യഥാർത്ഥത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ ചിലപ്പോൾ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതേസമയം തന്നെ ഇതെല്ലാം തേഞ്ഞുമാഞ്ഞു പോകാനും അധിക സമയം വേണ്ട.
കോട്ടൂൽ മഹല്ല സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയിലെ സാമ്പത്തിക ക്രമക്കേട് നടന്ന എന്ന ഒരു വാർത്തയുണ്ട്. എന്താണ് നിജസ്ഥിതി എന്ന് നോക്കാം. കമ്മിറ്റിയിലെ മുൻ സെക്രട്ടറി എ ഉമ്മർ, മുൻ ഖതീബ് സുലൈമാൻ അൻവരി, ഉപദേശക സമിതി ചെയർമാൻ കെ ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് കെ ഷറഫുദ്ദീൻ, കമ്മിറ്റി അംഗം കെ അബ്ദുൽ ഗനി എന്നിവർക്കെതിരായാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻ സെക്രട്ടറിയുടെ പക്കലുള്ള 1 വർഷത്തിനു മുകളിലുള്ള കണക്കും വരവ് ചെലവ് ബുക്കുകൾ, രശീതി, റെക്കോർഡുകൾ, സീലുകൾ, ബാങ്ക് രേഖകൾ, ചെക്ക് ബുക്കുകൾ എന്നിവയും കമ്മിറ്റിയെ ഏൽപ്പിക്കാത്തതിനാൽ പൊതുയോഗം വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കമ്മിറ്റി നേരിട്ടും രേഖാമൂലവും രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരാക്കിയില്ലെന്നും മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നിലവിലെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി വഖഫ് ബോർഡിൽ നൽകിയ പരാതി ഇവർ നടത്തിയ സാമ്പത്തിക ക്രമക്കേട് പുറത്തറിയാതിരിക്കാനും കമ്മിറ്റി പിടിച്ചെടുക്കാനുമായിരുന്നെന്ന് താൽക്കാലിക സെക്രട്ടറി BA ഖാലിദ്, ട്രഷറർ PM അലി, വൈസ് പ്രസിഡന്റുമാരായ ഹമീദ് മേനോത്ത്, TK ഹംസ, ജോയിന്റ് സെക്രട്ടറി BA അഷ്റഫ് തുടങ്ങിയവർ പറഞ്ഞു. 23 അംഗ കമ്മിറ്റിയിൽ നിന്ന് 11 അംഗ കമ്മിറ്റി രാജിവെച്ചിട്ട് 11 അംഗ കമ്മിറ്റിയിൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ചത്. ഈ രാജിവെച്ച സെക്രട്ടറി നമുക്കിതുവരെ കണക്കുകൾ തന്നിട്ടില്ല. അതുമാതിരി തന്നെ ക്യാഷിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടില്ല. ഇത് നമ്മളെ വാർഷിക പൊതുയോഗം വിളിക്കുന്നതിനും അതുമാതിരി തന്നെ വഖഫ് ബോർഡിന് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനും തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ കുന്നംകുളം കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വഖഫ് ബോർഡിൻ്റെ ഒരു ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇലക്ഷൻ നടത്തണം എന്നുള്ളത്. അതിന് ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് യാതൊരു തടസ്സവുമില്ല. അതിന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. 2023 സെപ്റ്റംബറിൽ ഇവർ ഉൾപ്പെടെ 11 പേർ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരുന്നു. ക്രമക്കേട് പുറത്തുവരാതിരിക്കാൻ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ബാലറ്റ് പേപ്പർ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടും ഇവർ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിരുന്നെന്നും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് TA മൻസൂർ പറഞ്ഞു. രാജിവെച്ച ഒഴിവിലേക്ക് കമ്മിറ്റി മഹല്ല് പരിധിയിലെ പ്രദേശങ്ങളിൽ നിന്നും പുതിയ അംഗങ്ങളെയും താൽക്കാലികമായി സെക്രട്ടറിയെയും തെരഞ്ഞെടുത്താണ് ഭരണം നടത്തുന്നത്. ആരോപണങ്ങൾക്കൊപ്പം തന്നെ പ്രത്യാരോപണങ്ങളും കൊഴുക്കുന്നുണ്ട്. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് തന്നെയാണ്. വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നത് ശരിയല്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആയുരാരോഗ്യത്തിന് പേര് കേട്ട ക്ഷേത്രമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആളുകൾ എത്തുക വഴി ഒരു നാടിന്റെ വികസനം കൂടിയാണ് സാധ്യമാകുന്നത്. ഈ ക്ഷേത്രം ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ ധന്വന്തരി മൂർത്തിയെ കാണാൻ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ സമീപകാലത്തൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ ഈ ടൂറിസം മാപ്പിൽ അല്ലെങ്കിൽ ആ പേജിൽ നമ്മുടെ ഈ ക്ഷേത്രവും ഇടം പിടിച്ചു എന്നുള്ളത് നല്ലൊരു സമയമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രങ്ങളിലൊന്നാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. ആയുർവേദ മൂർത്തിയായ ശ്രീ ധന്വന്തരി മൂർത്തിയെ ദർശിക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി ആഘോഷത്തിന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്താറുണ്ട്. ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരും ഡോക്ടർമാരും ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തുകയും ഭജനമിരിക്കുകയും ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിന്റെ വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ക്ഷേത്രത്തെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് ഇത് പരിഗണിച്ചതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കേന്ദ്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെറുചക്കിച്ചോല ഉൾപ്പെടെയുള്ള പുതിയ ടൂറിസത്തിന്റെ സാധ്യതകളുടെ തുടർച്ച ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകും. പ്രാദേശിക ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണന്റെയും കുന്നംകുളം MLA AC മൊയ്തീന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം മാപ്പിൽ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അധികൃതർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ക്ഷേത്രത്തെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ അറിയിച്ചു. ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തരി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാൻ കഴിയുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും
ധന്വന്തിരി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. ഇതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ബഹുമാനായ സ്ഥലം MLA AC മൊയ്തീൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വസന്തലാൽ തുടങ്ങിയവരോടുള്ള നന്ദിയും ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യോഗത്തിൽ ഭാരവാഹികളായ NK ഗോപാലൻ, TK ശിവൻ, KS ഗോപിനാഥ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തിരി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാനൊരുങ്ങുകയാണ് ഭരണസമിതി. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളുടെ നടത്തിപ്പിലൂടെ ധന്വന്തിരി ക്ഷേത്രം ശ്രദ്ധയാകർഷിക്കപ്പെടുകയാണ്. സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പദ്ധതികൾ കയ്യടി നൽകേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കുന്നവരെയും അഭിനന്ദിക്കാതെ വയ്യ. കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് വളരെയധികം ചിലവ് വരുന്ന ഒന്നാണ്. എന്നാൽ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് ഈ കടമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയ ബാധ്യതയാണ്. എന്തായാലും പണമില്ലാത്ത കിഡ്നി രോഗികൾക്ക് ആശ്വാസമാകുന്ന സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് കുറുമാലിൽ സജ്ജമായിട്ടുണ്ട്. കാണാം ആ ആശ്വാസ വാർത്ത. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ വേലൂർ കുറുമാലിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. സമീപ പ്രദേശങ്ങളിലെ കിഡ്നി രോഗികൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായി അവശത അനുഭവിക്കുന്ന സാധാരണക്കാരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് നിർവഹിക്കുന്നതിന് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 10 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം അമല ആശുപത്രിയുമായി സഹകരിച്ച് അമലയുടെ ടെക്നിക്കൽ സ്റ്റാഫിന്റെ സേവനം ഉപയോഗിച്ചാണ് കുറുമാലിൽ ഉള്ള ഈ സെന്ററിൽ ഒരുക്കുന്നത്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, കുറുമാൽ പള്ളി എന്നിവയ്ക്ക് സമീപം ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ CMI ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. ഗാഗുൽത്ത ധ്യാന കേന്ദ്രം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലം, സെന്റ് ജോൺ നമ്പാടൻ, T മോഹനചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡയാലിസിസ് സെന്ററിനോടനുബന്ധിച്ച് കിഡ്നി ഗ്രീൻ പാർക്ക് ഉടൻ ആരംഭിക്കുമെന്ന് ഫാദർ ഡേവിസ് ചിറമൽ പറഞ്ഞു. കിഡ്നി രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിരിക്കും ഗ്രീൻ പാർക്ക്. ഗ്രീൻ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കുവാനും ഉല്ലാസം ലഭിക്കുവാനുള്ള സംവിധാനങ്ങളും, മുതിർന്നവർക്ക് വ്യായാമ ഉപകരണങ്ങൾ അടങ്ങുന്ന ജിംനേഷ്യം, മാനസിക ഉല്ലാസത്തിന് ചിരി ക്ലബ്ബ്, നാട്ടുചന്ത, ഔഷധ സസ്യ മിയാവാക്കി ഫോറസ്റ്റ് മുതലായവ ഉണ്ടാകും. കൂടാതെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാൻ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള അക്ഷയപാത്രം ട്രസ്റ്റിനോട് ചേർന്ന് ഒരു അടുക്കളയും ഒരുക്കുന്നുണ്ട്. കിഡ്നി രോഗ നിർണയ ക്യാമ്പുകൾ അമല ആശുപത്രി, വേലൂർ കടങ്ങോട് പഞ്ചായത്തുകളോട് ചേർന്ന് കിഡ്നി ഫെഡറേഷൻ ഒരുക്കുന്ന വാർഡ് അടിസ്ഥാനത്തിൽ മൊബൈൽ പരിശോധനാ യൂണിറ്റ് വാർഡ് തലത്തിൽ എത്തിച്ചേർന്ന് രക്തമൂത്ര പരിശോധനകൾ നടത്തി നേരത്തെ രോഗനിർണയം നടത്തുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ ഉടൻ നടത്തുന്നതാണെന്നും ഫാദർ ഡേവിസ് ചിറമൽ പറഞ്ഞു. സൗകര്യങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ തന്നെയാണ് ഡയാലിസിസ് യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചുള്ള സംവിധാനങ്ങളും രോഗികൾക്ക് മാനസിക ഉല്ലാസം നൽകുന്നതാണ്. സംഘടനകൾ ഉണ്ട് എന്നതിലല്ല കാര്യം, അതെങ്ങനെയാണ് ഗുണപ്രദമാകുന്നത് എന്നാണ് ജനം വിലയിരുത്തുന്നത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആഴ്ചവട്ടവും ആശംസിക്കുന്നു. അംഗൻവാടികൾ സ്മാർട്ട് പദവിയിലേക്ക് ഉയരുമ്പോൾ അത്ര സ്മാർട്ട് അല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. ആധുനിക അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാനായി ഉള്ളത് പൊളിച്ചു കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഇപ്പോഴും സംഗതി എവിടെയും എത്തിയിട്ടില്ല. ഇനി എന്ന് പൂർത്തീകരിക്കും എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18ാം വാർഡിലുള്ള കരിയന്നൂർ 1-ാം നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നിലച്ചത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച പ്രദേശവാസിയും ഡിവൈഎഫ്ഐ നേതാവുമായ MV വിനോദ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ആവശ്യമുള്ള അളവിൽ സാമഗ്രികൾ ചേർക്കാതെയും വെള്ളം നനയ്ക്കാതെയുമാണ് കെട്ടിടം പണിയുന്നതെന്ന് സൂചിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എരുമപ്പെട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് പരിഹരിച്ചതിനു ശേഷം മാത്രം ആവശ്യമായ തുക നൽകിയാൽ മതിയെന്ന പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇതേ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. എന്നാൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും CPM DYFI നേതാക്കളും തമ്മിലുള്ള തർക്കമാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു.
വാർഡ് മെമ്പർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിർമ്മാണം പുനരാരംഭിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ പറഞ്ഞു. 40 വർഷത്തിലധികം പഴക്കമുള്ള പഴയ അംഗൻവാടി കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. 6 ലക്ഷം രൂപയാണ് ഇതിന് പഞ്ചായത്ത് അനുവദിച്ചത്. എന്നാൽ ഈ തുകയ്ക്ക് സൺഷെയ്ഡ് ഉയരം വരെ മാത്രം നിർമ്മാണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി നിർമ്മാണത്തിന് ആവശ്യമായ തുക ഇതുവരെയും പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് നേതാവ് ഒരു പരാതി പഞ്ചായത്തിന് കൊടുക്കുകയും പഞ്ചായത്ത് അത് സ്വീകരിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു ശീതസമരത്തിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകാത്തത്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഇതിന് ഫണ്ട് അനുവദിക്കൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ടീച്ചറെയും ഒരു ഹെൽപ്പറെയും തീരുമാനിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് ഇതിൻ്റെ ശോച്യാവസ്ഥ മാറ്റി ഇത് ബിൽഡിംഗ് എത്ര പെട്ടെന്ന് ശരിയാക്കി കുട്ടികൾക്ക് അംഗൻവാടി കയറി ഇരുന്ന് സുഖമായിട്ട് പഠിക്കാനും കളിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിലവിലെ അംഗൻവാടി സ്ഥല സൗകര്യമില്ലാത്ത മുറിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികൾക്കും ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് 2 വർഷം മുമ്പ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. 6 മാസത്തിനകം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്ക്. ആ വാക്കാണ് ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയായത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.